ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇതിനു വേണ്ടി 2 പുഴുങ്ങിയ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ട 2ഉം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒരു പൊട്ടിച്ചൊഴിച്ച മുട്ടയെ നമുക്ക് നന്നായിട്ടൊന്ന് ഒരു വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മൈദയും മുട്ടയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയും മൈദയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ചേർത്ത് ലൂസിലൊരു ബാറ്റർ തയ്യാറാക്കരുത്. നമുക്ക് ദോശക്കെല്ലാം തയ്യാറാക്കുന്നത് പോലെ ഒരു മാവ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലൂസും അല്ല എന്നാൽ നല്ല കട്ടിയുമല്ല. ഈ ഒരു രീതിയിലാണ് ഞാനൊരു മാവ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ദോശ ചുടുന്നതിന് മുമ്പ് നമുക്കൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു പാൻ വെച്ച് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു സവാള വളരെ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പച്ചമുളകെല്ലാം ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഈ ഒരു ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഇതിന് പകരം 1 ടീസ്പൂൺ ഗരം മസാല ചേർത്താലും മതി. ഇത്രയും പൊടികൾ ചേർത്ത് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായി ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉപ്പ് കൂടി ചേർത്ത് മസാല ഞാൻ നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ഒരു ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ കൊണ്ട് ദോശ ചുട്ടെടുക്കണം. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരിയ ദോശ തന്നെ നമ്മൾ ചുട്ടെടുക്കണം. ഈ ഒരു മാവ് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ പെട്ടെന്ന് തന്നെ മറിച്ചിടണം. ഒരുപാട് വേവിച്ചെടുക്കരുത്. ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഈ ഒരു ഫില്ലിങ് ഇതിലേക്ക് വെച്ചതിന് ശേഷം ദോശയുടെ സൈഡ് ഇതുപോലെ മടക്കിയെടുക്കാം. നമ്മൾ ദോശ ഒരുപാട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ മടക്കിയെടുക്കുമ്പം ഇതൊന്ന് ഒട്ടി വരണമെങ്കിൽ ദോശ ചെറുതായി ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ദോശ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഒട്ടി വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടിഭാഗം നന്നായിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 2 ഭാഗവും നല്ല കളർ മാറി വരുന്നത് വരെ നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കളറെല്ലാം മാറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ ദോശയും ചുട്ടെടുക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.